ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം കൂട്ടുകാരെ. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ഇടുക. നല്ല മൂത്ത് വരണേ. നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ കഴിക്കാൻ, ചോറ് ഇത് കൂട്ടി കുഴക്കാൻ കുറച്ച് എരിവൊക്കെ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചൊരു കളറൊക്കെ മാറിയ ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മൂത്തിട്ടുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് ചെറിയുള്ളി, ചെറിയുള്ളിയും ഒരു സവാളയും കൂടി മുറിച്ചിട്ട് നല്ല അത് ഒന്ന് കുറച്ച് കളർ മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ കളർ നല്ല മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം. നല്ല കളർ മാറി, ഒരുവിധം കളർ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ചെറുള്ളി നിർബന്ധമായിട്ട് ഇടണേ. ചെറുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരു സവാള എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സവാള ഇട്ടത്. ഈ സവാള ഇടേണ്ട കാര്യമേ ഇല്ല. മുളക് മിക്സിയിലിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടണേ. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലുള്ള ബാക്കി നമുക്ക് ആ ഉള്ളി വറുത്തതൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് കഷ്ണം പൊടി കൂടി ഇടണം. ഒരു കുഞ്ഞ് കഷ്ണം പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചിട്ട് നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചോളൂ. നമുക്കതൊന്ന് ഇളക്കി വെണ്ണ മാതിരി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് മാത്രം മതി ചോറിന്. വേറെ ഒരു സാധനം വേണ്ട. ചോറിന് ഇത് മാത്രം മതി. തൈരുണ്ടെങ്കിൽ തൈര് ഓക്കെ, ഇതിനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ചമ്മന്തിയും മോരും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആക്കി തരും. അതാണ് കഴിക്കുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതേമാതിരി നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ.